ചുരുങ്ങിയത് 2 സിനിമയെങ്കിലും വേണ്ടി വരും എന്നാലോചിച്ചു. അത് അങ്ങനെ ഇട്ടു. അങ്ങനെ ഇരിക്കലെയാണ് സത്യത്തിൽ മോഹൻലാൽ എന്നുള്ള നടൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും പൃഥ്വിരാജ് സുകുമാരൻ വരുമായിരുന്നില്ല. പൃഥ്വിരാജ് ഒരിക്കലും വരുമായിരുന്നില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ വരാൻ കാരണം, ഇത്രയും വലിയ സിനിമകൾ ചെയ്യാൻ കാരണം മോഹൻലാൽ തന്നെയാണ്. കാരണം ഈ സംവിധാന രംഗത്ത് ABC അറിയാത്തൊരു ചെറുപ്പക്കാരെന്നാണ് പലരും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് മോഹൻലാൽ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ മോഹൻലാൽ അന്നും പറഞ്ഞത്, ഈ ചെറുപ്പക്കാരിൽ പൂർണ്ണമായുള്ള വിശ്വാസം എനിക്കുണ്ട്, സിനിമയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്തൊരു ജീവിതമാണെന്ന് ആലോചിക്കണം, ഇത്രയും സമർപ്പണമുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി വെച്ചതാണ് ലൂസിഫർ. അതങ്ങനെ തുടങ്ങുമ്പോൾ ഇന്ന് പൂർത്തിയാവും, എത്ര കോടി രൂപ ചെലവ് വരും, അത് റിലീസ് ചെയ്താൽ തന്നെ ലാഭം കിട്ടുമോ ഒന്നൊന്നും കണക്കൂട്ടിയില്ല. എന്തായാലും ഒരു മിനിമം ആഗ്രഹവും സ്വപ്നവും എല്ലാം സൂക്ഷിച്ചു. അപ്പോൾ തന്നെ അവർ വേണമെങ്കിൽ അവർക്ക് രണ്ടാമത്തെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം അനൗൺസ് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. കാരണം അത് അതിൻ്റെ ഗതി എന്തായിരിക്കും? പ്രേക്ഷകർ അംഗീകരിച്ചാലേ 2ാം ഭാഗത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ലൂസിഫർ സമാപിക്കുമ്പോൾ 2ാം ഭാഗത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന തരത്തിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ കഥ ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് എബ്രഹാം ഖുറേഷിയായി വരാൻ പോകുന്ന ധ്വനി നടത്തുകൊണ്ട് ആ സിനിമ അവസാനിച്ചാലോചിക്കണം. ആ സിനിമ വൻ വിജയമായി. അത് കഴിഞ്ഞ് അവർ 2ാം ഭാഗം അനൗൺസ് ചെയ്തു.